പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധത്തിനുള്ള പ്രവർത്തനങ്ങൾ കുട്ടനാട്ടിൽ ഇന്ന് ആരംഭിക്കും. മൃഗസംരക്ഷണ വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ രോഗം വ്യാപിക്കുന്ന പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കർഷകരുടെ പ്രതിഷേധമുണ്ടാകാനാണ് സാധ്യത. താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥ സംഘം നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഒപ്പം തന്നെ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് കർഷകർക്ക് ബോധവൽക്കരണ ക്ലാസുകളും നടത്തും. വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് വെറ്റിനറി ഡോക്ടർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അറ്റൻഡർ ഇവരുടെ കൂടെ 2 പോലീസുകാരും ഒരു വില്ലേജ് ഓഫീസ് സ്റ്റാഫും കൺസേൺ വാർഡ് മെമ്പറും കാണും. ഇവർ നാളെ 8 മണി മുതൽ ഈ 5 വില്ലേജ് സ്പോട്ടുകൾ എത്തുന്നതായിരിക്കും. വളർത്തുപക്ഷികളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള തീരുമാനം കർഷകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് ഉദ്യോഗസ്ഥർക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കും. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള തീരുമാനവും വൈകാതെ കൈക്കൊള്ളും. നമ്മുടെ റെസ്പോൺസിന് അപ്പോൾ അവർക്കൊരു കോമ്പൻസേഷനും അവർ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള കോമ്പൻസേഷനും അനൗൺസ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച തകഴി, ചമ്പക്കുളം, നെടുമുടി, പുറക്കാട്, മുല്ലക്കൽ എന്നീ പ്രദേശങ്ങളിൽ വ്യാപകമായി താറാവ് കൃഷിയുള്ള പ്രദേശങ്ങളാണ്. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് ലക്ഷക്കണക്കിന് രൂപയാണ് നിരവധി പേർ താറാവ് കൃഷിയിൽ മുടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കുക. റിപ്പോർട്ടർ, ആലപ്പുഴ.